കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാലോ, ഇതെന്താണ്, തണ്ണിമത്തൻ്റെ തോലാണ് കേട്ടോ. തണ്ണിമത്തൻ്റെ തോടാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും തണ്ണിമത്തൻ കഴിച്ച് കഴിഞ്ഞാൽ ആ തോടൊറ്റ ഏറാണ് പുറത്തേക്ക് അല്ലേ. തൊടിക്ക് നല്ലൊരു ഏറ് കൊടുക്കും. അപ്പോൾ ഇനി അങ്ങനെ എറിയേണ്ട ആവശ്യമില്ല, എല്ലാവരും കഴിച്ച തോലൊക്കെ വാങ്ങി വെച്ചോളൂ. അപ്പോൾ ഇനി കഴിച്ച ഭാഗമൊക്കെ നന്നായി വൃത്തിയാക്കി നമ്മൾ ചുരണ്ടി കളഞ്ഞിട്ട് കഴുകിയെടുത്ത് നമുക്ക് അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടാൽ നമുക്കൊരു പപ്പായയുടെ തോരനൊക്കെ പോലെ തോന്നും, പക്ഷേ അതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിക്കൊക്കെ വില കൂടി വരികയല്ലേ, അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് പരീക്ഷിച്ചാൽ നമുക്ക് നല്ല ലാഭം കിട്ടുമല്ലോ. നമുക്ക് ഒരു നേരത്തെ ഒരു ഉപ്പേരിയാവും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇനി നന്നായി വൃത്തിയായി കഴുകിയിട്ട് നമ്മുടെ തോലൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് ഒന്നുകൂടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കൊത്തി അരിയുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൊത്തി അരിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അത് മാത്രമല്ല, തോരൻ വയ്ക്കുമ്പോൾ കൊത്തി അരിയുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പെട്ടെന്ന് വേവും ചെയ്യും, പിന്നെ നമുക്ക് കാണാനും ഒരു രസമാണ്. കുറച്ച് നേരം ഒന്ന് പിടിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ കൊത്തി അരിയുന്നതിൽ എക്സ്പേർട്ടുള്ള ആൾക്കാരില്ല, ഡെയിലി കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു ഇതുള്ള സ്വഭാവമുള്ള ആൾക്കാർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് ഓമക്കായൻ്റെ അത്ര ബലമൊന്നുമില്ല, ഇത് സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊത്തി കൊത്തി അരിഞ്ഞ് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ എല്ലാതും കൊത്തി അരിഞ്ഞ് നന്നായിട്ട് കാണുമ്പോൾ തന്നെ നല്ല ചന്തമുണ്ട് അല്ലേ, ഇങ്ങനെ കൊത്തി അരിഞ്ഞത് കാണാനായിട്ട്. അപ്പോൾ ഇതിലും നന്നായിട്ട് ചെറുതായിട്ട് കുനുകുനാന്ന് അരിയുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ കൊത്തി അരിഞ്ഞ് ശീലമല്ല, അറിയുന്ന രീതിയിൽ ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചാൽ ഞങ്ങൾ ഓമക്കായ പപ്പായൊക്കെ നമ്മൾ കൊത്തി അരിഞ്ഞിട്ട് തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തോരൻ വയ്ക്കാനുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 3-4 അല്ലി ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, പിന്നെ അതുപോലെ 3 പച്ചമുളക്. പിന്നെ ഇതിൽ വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ്. നമ്മുടെ എല്ലാ കറിയിലും തോരലിലും ഉപ്പേരിയിലും ഒക്കെ കറിവേപ്പിലയാണ് നല്ലത്. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല, ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ജാറിലിട്ട് കൊടുത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അരിഞ്ഞു പോവരുത്, വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കത് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ, നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായി പൊട്ടി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ അരപ്പില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചതച്ച് വെച്ച തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടാം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇട്ടോളൂ, അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ കറിക്കും ഉപ്പേരിക്കൊക്കെ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഓണിലിട്ടിട്ട് തന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളമയം പോകുന്നത് വരെ ഒന്ന് മൂത്ത് കിട്ടും. നല്ല ഒരുപാട് നേരം മൂപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് കിട്ടുന്ന നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചതച്ചെടുത്ത ആ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച് നമ്മുടെ തണ്ണിമത്തൻ്റെ തൊലി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ആ തേങ്ങയൊക്കെ എല്ലാവിടെയും ആ അരപ്പ് എല്ലാവിടെയും പിടിക്കുന്ന രീതിയിൽ, കഷ്ണത്തിൽ എല്ലാവിടെയും പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ഇടണം ഈ സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ആ വെന്ത് സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോഴാണ് ഉപ്പ് പിടിക്കുകയുള്ളൂ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ഇത് തണ്ണിമത്തൻ്റെ ഇത് പറയുമ്പോൾ ഒരുപാട് വെള്ളമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആവിയിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ അത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം തന്നെ അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആവണ്ടെന്നുള്ളവർക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മൂടി അടച്ച് വയ്ക്കേണ്ട, നമുക്ക് തുറന്നിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ വെള്ളം പോലെ ആവില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്, കാരണം കൊത്തി അരിഞ്ഞെടുത്തുകൊണ്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആവിയിൽ തന്നെ വെന്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇളക്കി കൂട്ടി
ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊന്ന് ആ വെള്ളത്തിൻ്റെ ഒരു അംശം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഓണിലിട്ടിട്ട് തീയൊന്ന് ഓണിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പരത്തി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം വെള്ളമായി ഒന്നും പോവില്ല, കാരണം തണ്ണിമത്തന് വെള്ളമുള്ളത് അതുകൊണ്ട് അങ്ങനെ വെള്ളം അങ്ങനെ പോവില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി തോരനാണ്, നല്ല ചൂടോടെ നമ്മൾ വിളമ്പുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ ഉപ്പേരി വയ്ക്കും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അത് ചെയ്ത് നോക്കുന്നത്. ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ലൊരു തോരൻ തന്നെയാണ് കേട്ടോ. നമുക്ക് പച്ചക്കറിക്കൊക്കെ വില കൂടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ കുറച്ച് ഐഡിയകളൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റിൽ നല്ല തോരനും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ ഒരു മിസ്സിങ് ഉള്ളത് വെച്ചാൽ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.